സബ് ജില്ല, മഞ്ചേരി സബ് ജില്ല, അത് തൊട്ടേ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന. കുറച്ച് അക്ഷരങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ പഠിച്ച് വന്നപ്പോൾ കുഴപ്പമില്ല. കുട്ടികളെ ഈ പാട്ട് അഭ്യസിച്ച അധ്യാപകരും ചേർന്നിട്ടുണ്ട്. അപ്പോൾ സാർ പേരെന്താണ്? എൻ്റെ ഒരു പ്രശാന്ത് മങ്ങാട്ട്, മഞ്ചേരി. മഞ്ചേരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ ഇതിൽ പരിശീലിപ്പിച്ചത്? അപ്പോൾ തനത് പാട്ടുകളാണ് കലോത്സവ വേദികൾ പാടാൻ പാടുള്ളൂ. അത് മാനുവൽ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പണ്ട് വലിയമ്മമാർ പാടിയെന്ന ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുത്ത് ഇവരെ വളരെ കൃത്യമായ ചിട്ടയിൽ പരിശീലിപ്പിച്ചതാണ്. കലോത്സവ വേദികളിൽ വരുന്നതിൽ ഏറ്റവും വ്യത്യസ്തമുള്ള പുതുമുള്ള പാട്ടായിരുന്നു. കാരണം പല പാട്ടുകളും ആവർത്തിച്ച് മുൻ വർഷങ്ങളിലൊക്കെ പാട്ടൊക്കെ ആവർത്തിച്ചാണ് വരിക. ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും ഫ്രഷായിട്ട് വന്ന ഒരു കണ്ടെത്തലായിട്ടാണ് ഈ പാട്ട് എല്ലാവരും അംഗീകരിച്ചത്. അപ്പോൾ കുട്ടികൾ നന്നായി പാടും ചെയ്തു. മലപ്പുറം ജില്ല പറഞ്ഞാൽ കടുത്ത മത്സരം നടക്കുന്ന 20 ടീമുകൾ, 17 സബ് ജില്ലയുള്ള അപ്പീലടക്കം 20-22 ടീം മത്സരിക്കുന്ന കടുത്ത മത്സരം നടക്കുന്ന റവന്യൂ ജില്ലയാണ്. അവിടുന്ന് ഒന്നാം സ്ഥാനം നേടി വരിക പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റാണ്. അങ്ങനെ പാടി വന്ന കുട്ടികളാണ്. ഇവിടെയും അതേ മികവ് അവർ ആവർത്തിച്ചു. സി മലയാളം ന്യൂസിന് വേണ്ടി രജീഷ് നരിക്കുനൊപ്പം അജയ് സുധാപിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.